ശ്രീ റെജി ചെറിയാൻ, അങ്ങേക്ക് 3 മിനിറ്റ്. 2026-27 പുതുക്കിയ ബഡ്ജറ്റിനെ ഞാൻ അനുകൂലിക്കുന്നു സർ. ഈ ബഡ്ജറ്റ് പാവപ്പെട്ടവർക്കും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാത്തരം ജനങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒന്നാണ്. കടക്കണിയിലായ ഒരു നാടിനെ എങ്ങനെ വീണ്ടെടുക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണവും വികസനത്തിലേക്ക് ഒരു നാടിനെ എങ്ങനെ നയിക്കാം എന്നതിൻ്റെ തെളിവുമാണ് ഈ ബഡ്ജറ്റ്. സർ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കുട്ടനാട് കഴിഞ്ഞ 20 വർഷമായി ഒരു വികസനവുമില്ലാതെ കടക്കണിയിലായ കർഷകരും ക്യാൻസർ രോഗികളും നല്ല റോഡുകളോ നടവഴികളോ ഇല്ലാത്ത, കാലങ്ങളായി വൃത്തിയാക്കാത്ത, പായലും കടകലും വളർന്ന് മലിനജലത്താൽ ചുറ്റപ്പെട്ട, കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകളില്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത, നല്ലൊരു ആശുപത്രിയില്ലാത്ത, സംസ്ഥാനത്ത് ഏറ്റവും പിന്നോക്കം ചെന്ന ഒരു മണ്ഡലമാക്കി കഴിഞ്ഞ 10 വർഷം ഭരിച്ചവരുടെ നവകേരള സൃഷ്ടിയാക്കി അതിനെ മാറ്റി സർ. ഇവർ പറയുന്നു ഈ ബഡ്ജറ്റിന് ഒരു അടിത്തറയുമില്ലെന്ന്. ഉള്ള അടിത്തറ തോണ്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് അടിത്തറയാണ് സാർ ഉള്ളത്? രണ്ടാമത് അടിത്തറ ഇനിയെല്ലാം ഇട്ടുവരണം ഈ നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ. ഈ ബഡ്ജറ്റ് സാധാരണ മനുഷ്യന് ജീവിക്കാനുള്ള ചുറ്റുപാടെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 20 വർഷം കുട്ടനാടിനെ നയിച്ചിരുന്നത് ഇടതുപക്ഷ ജനപ്രതിനിധിയായിരുന്നു. 10 വർഷം ഭരണമുണ്ടായിട്ടും ആ നാടിനെ ഇവർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരിക്കലും ഇവർ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ഇവർക്കുണ്ടായ കുട്ടനാട്ടിലെ പരാജയം സർ, ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. കൈനഗിരി പഞ്ചായത്ത്, കാവാലം പഞ്ചായത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു. ആ കോട്ടകൾ പൊട്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷം 20,600 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടുത്തെ ജനങ്ങൾ എനിക്ക് തന്നു. അത് ആ നാടിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. ആ നാടിനെയും മാറും സർ. മാറ്റുവാൻ വേണ്ടി കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ഈ നാടിനുണ്ടായി. ആ മുഖ്യമന്ത്രി രാജാവല്ല. ആ മുഖ്യമന്ത്രിയുടെ അടുത്ത് എപ്പോഴും ഏതൊരാൾക്കും ഓടിച്ചെല്ലുകയും കാര്യങ്ങൾ പറയുകയും അത് കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുവാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ഈ സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ കഴിവ് ഈ നാടിന് പ്രയോജനമുണ്ടാവുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. ഈ നാടിനെ വീണ്ടെടുക്കാൻ ഈ സംസ്ഥാനത്തെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മിഷൻ സമുദ്ര പറഞ്ഞപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കടലിൽ കച്ചവടം ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണ് സർ? ഇവർ ഈ ലോകത്തെങ്ങും സഞ്ചരിക്കുന്നവരല്ലേ? ഇവർ ഈ നാട്ടിൽ മാത്രം ജീവിച്ച് ഈ നാടിനെ എങ്ങനെ വികസനമില്ലാതെയാക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗമായി മാറി. അങ്ങനെ ഇപ്പോഴും ശോഷിച്ച് 35 പേരായിട്ടും ഇവർ പഠിച്ചിട്ടില്ല. ഇവർ ഇനി എന്തു പഠിക്കുമെന്നുള്ളതാണ്. ഇവർ ഇങ്ങനെ പോയാൽ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ പകുതി പോലും ഈ സഭയിൽ കാണില്ല. ആ രീതിയാണ് ഇവർ ഇപ്പോൾ ഇവിടെ ഈ സഭയിൽ ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് ഈ നാടിനു വേണ്ടി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും വരുന്ന ചോദ്യങ്ങൾ അങ്ങ് ചുരുക്കൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നമ്മുടെ രവീന്ദ്രൻ മാഷ് പറയുന്നത് കേട്ടു. സത്യത്തിൽ ആ തത്വവും ശാസ്ത്രവും ഗണിതവും ഒന്നും ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. കാരണം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ബഡ്ജറ്റ് ഈ നാടിനെ എവിടെയൊക്കെയോ കൊണ്ടെത്തിക്കുമെന്ന്. ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പം സാർ, ഇവർ പറയുന്ന കമ്മ്യൂണിസം അല്ല, നാടിന് വേണ്ടിയുള്ളതാണ് കമ്മ്യൂണിസം. ആ നാടിന് വേണ്ടിയുള്ള കമ്മ്യൂണിസം ഇവർക്കറിയില്ല. ഇവർ എപ്പോഴും എവിടെ സമരം ചെയ്യാം, എന്തിനെ എതിർക്കാം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. ഈ നാടിനെ കടക്കണിയിലാക്കി, ഈ നാട്ടിലൊന്നുമില്ലാതെയാക്കി. എൻ്റെ ഒരു നിയോജകമണ്ഡലത്തിൽ ഇവർ വരണം,
ഇവർ അങ്ങ് 10 വർഷം സംസാരം ഭരിച്ചപ്പോൾ അവസാനിപ്പിക്കൂ. ആ സമയം. നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഇവർ കാണിച്ചു തരണം. ഇവരെല്ലാവരും വന്നാലും ഇവരെ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്. 10 വർഷം ക്യാൻസർ രോഗങ്ങളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു നിയോജകമണ്ഡലം, പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നു. അവരെ സമയം കഴിഞ്ഞു. ഒരു രീതിയിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ അവസാനിപ്പിക്കണം. ഇവർ ഒരു വട്ടം പോലും നോക്കിയിട്ടില്ല. സാർ, ഞാൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുന്നു. ഈ എല്ലാ ആശംസകളും നേരുന്നു.